ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നൊരു ഡക്ക് റോസ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞാനിവിടെ എല്ലാം കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ വീഡിയോ കണ്ടോളൂ, എല്ലാവരും ഇരുന്ന് കാണും. കഴിഞ്ഞ പ്രാവശ്യത്തെ കക്കറച്ചി വീഡിയോ ഞാൻ ഫുൾ എടുത്തിട്ട് കട്ടായിപ്പോയി, സ്പേസ് ഇല്ലാന്ന് വെച്ചാൽ. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ഐക്ലൗഡൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചേക്കണം, ഈ വീഡിയോ കട്ടാകാതിരിക്കാൻ. നമുക്ക് ഫുള്ള് വാങ്ങിക്കാം. പിന്നെ ഒരു അബദ്ധം പറ്റി, വേറെ ഒന്നുമല്ല. ഞാൻ ഇന്നലെ ഡക്ക് വാങ്ങിച്ചപ്പോഴേക്കും ബാക്കി എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഒണിയൻസും ഗാർലിക്കും ഒന്നും വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പം ഗാർലിക് ജിഞ്ചർ പേസ്റ്റും പിന്നെ ആകെ ഒരു ഒണിയൻ വെച്ചായിരിക്കും നമ്മൾ ഈ ഡക്ക് കുക്ക് ചെയ്യാൻ പോണം. അപ്പം എന്തായാലും നമ്മളിത് സക്സസ് ആവോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല. സക്സസ് ആയാൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം, സക്സസ് ആയില്ലെങ്കിൽ ഈ വീഡിയോ വെറുതെ ഇരുന്ന് കണ്ടോളൂ. സോ ഫസ്റ്റ് ആണ് ഇവിടെ ടർമറിക് പൗഡർ. ഡക്ക് നല്ലോണം വാഷ് ചെയ്തിട്ട് വെച്ചേക്കണേന് ആ ഡക്കിലേക്ക് ഒരു കുറച്ച് ടർമറിക് പൗഡർ ഇടുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ച് കുറച്ച് സോൾട്ട് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഞാനിത് ഫസ്റ്റ് ടൈമാണ് കുക്ക് ചെയ്യണത്. സോ ഇതിൻ്റെ കറക്റ്റായ രീതിയോ ഒന്നും എനിക്കറിയില്ല. ഇത് സക്സസ് ആയാൽ മാത്രം ഇത് സക്സസ് ആയി ഇത് പറയാൻ മാത്രം എനിക്കറിയാം. കാര്യം ഞാൻ ഡക്ക് എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. ബട്ട് അത്ര ഫേവറേറ്റ് ആണെന്ന് വിഷയമില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലൈക്ക് കക്കറച്ചിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അടുത്ത നമുക്ക് കുറച്ച് ചില്ലി ഇടാം. എന്താവും ഒന്നും അറിയില്ല, നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, കുറച്ച് ചില്ലി പൗഡർ ഇടുന്നുണ്ട്. ആൻഡ് ഇതൊരു കറക്റ്റ് വേ ആണോ ഒന്നും എനിക്കറിയില്ല. ഇത് കറക്റ്റ് വേ ഓഫ് കുക്കിംഗ് ഡക്കിനങ്ങനെ കറക്റ്റ് ഇതാണോ എന്നറിയില്ല. ഇത് എൻ്റേതായ രീതിയിൽ എനിക്ക് തോന്നണ പോലെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പം നിങ്ങളിതൊന്ന് കാണാൻ മിക്കപ്പോഴും ഞാൻ കുക്ക് ചെയ്യണത് അങ്ങനെ സക്സസ് ആവാറുണ്ട്. സക്സസ് ആവാതെ ഇരിക്കാറൊന്നുമില്ല. കക്കറിച്ച് ബാലുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ എനിക്ക്. കാര്യം ഞാനങ്ങനെ ഭയങ്കര ഫ്രൈ ആയിട്ട് കഴിക്കൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടാണ്. പക്ഷെ കക്കറിച്ച് സക്സസ് ആയിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഫുൾ കുക്കിംഗ് തന്നെ എടുക്കാൻ പറ്റില്ല, സ്പേസ് ഇല്ലാതെ അത് കട്ടായിപ്പോയി. സോ ഇത് നന്നായിട്ട് നമുക്ക് കുറച്ച് നേരം പുരട്ടി ഞാൻ വെക്കണമെന്നില്ല, ഇതങ്ങോട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത്രയും ഇട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടട്ടെ. അതും കൂടി എടുക്കട്ടെ. അത് മറന്നു പോയി എടുത്ത് വെക്കാം. ഞാൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്, പക്ഷേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രം സെറ്റ് ചെയ്യാൻ മറന്നു. അപ്പം അതും കൂടി ഞാൻ കുറച്ച് ഇതിലേക്ക് ഇടുന്നുണ്ട്. എനിവേസ് നോക്കാം, സക്സസ് ആവുമായിരിക്കും. അയ്യോ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യണേ വീഡിയോ. ഇവിടെ ലൈറ്റ് കുറവാട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റ് കൂട്ടിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സ്പൂണിൻ്റെ ആവശ്യമില്ല, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തേക്കുന്നതുകൊണ്ട് കറക്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ഇടാം. ഞാൻ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫ്രഷ് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അല്ലേ. പക്ഷെ ഇത് ഫ്രഷ് ഇല്ല. ഫ്രഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ചില്ലി പൗഡർ ഇട്ട്. നോർമലി മസാല അധികം ഇടാറില്ല, പക്ഷേ ഇതെൻ്റെ ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് എനിക്ക് എന്തായാലും അത് ടേസ്റ്റി കിട്ടണം എന്നാണ് ആഗ്രഹം. മസാല അധികം ഇട്ടാകാറുള്ളൂ ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഞാൻ മസാല ഇപ്പം അധികം കഴിക്കണില്ല. അന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പം കഴിച്ച് ശീലിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ഒരു സെറ്റായി. ഓക്കെ, ഞാനിപ്പം ഷോപ്പിംഗ് ഹോളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. കുക്കിംഗ് വ്ലോഗ് ചെയ്യാറില്ല, കുറച്ച് നാളായി. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണെന്ന് പറയണേ എന്താണ് ചെയ്തേപോലെ എനിക്ക് തന്നെ അറിയില്ല. എനിവേസ് നിങ്ങളത് കാണാം. ഇഷ്ടമല്ലാത്തവർ കാണാൻ കേട്ടോ. ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനൊന്ന് ഒരു 5 minutes വെയിറ്റ് ചെയ്യണുണ്ട്. കാര്യം ഇവിടെ ഉച്ചയായി, ഒരു 1 o'clock ആയി. പക്ഷെ ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയാണ്, കറി വേറെ ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും പോയിട്ട് ഓണിയൻസൊക്കെ വാങ്ങിച്ചിട്ട് കുക്ക് ചെയ്താണ്. പക്ഷെ ഇതിപ്പോൾ സമയമായി, അതുകൊണ്ടാണ് ഇനി വെയിറ്റ് ഒന്നും ചെയ്യണം. അല്ലാതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കുക്ക് ചെയ്യണേന്. പക്ഷെ സക്സസ് ആയിരിക്കും എന്നാണ് വിശ്വാസം. എൻ്റെ എല്ലാം സക്സസ് ആവാതെ ഇരുന്നിട്ടില്ല. ഡക്ക് ആയതുകൊണ്ടും പിന്നെ ഫസ്റ്റ് ടൈം ഡക്ക് ഉണ്ടാക്കണോണ്ടും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ എല്ലാ ഫുഡും സക്സസ് ആവാറുണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് വെയിറ്റ്.
സോ ഞാൻ കുക്കറിൽ ഒരു വിസിലിൽ വേവിച്ചെടുക്കാൻ പോണേന്. കഴിഞ്ഞ പ്രാവശ്യം പാലും അടിപൊളിയായിട്ട് ഇറക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടവും പാലൂട. ഇനി ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യണത്. അപ്പം പാല് കഴിഞ്ഞ പ്രാവശ്യം 2 വിസിലാണ് അടിച്ചത്. 2 വിസിലടിച്ചപ്പം കുറച്ച് വേവ് കൂടിപ്പോയി. അത് ഞാൻ ജസ്റ്റ് ഒരു വിസിലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോണേന്. അപ്പം കുറച്ച് ഓയിലിടാം. ആദ്യം ഓൺ ചെയ്യട്ടെ. എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യണതിന് ഒരുപാട് താങ്ക് യു. എനിക്കറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്ക് തോന്നുന്നത് ഫുഡ് വ്ളോഗും ഇഷ്ടമാണ്, അതേപോലെ തന്നെ റിവ്യൂ വ്ളോഗും ആണ് ഇഷ്ടം എനിക്ക് തോന്നുന്നത്. വ്യൂസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അതാണ്. ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യാം. ഞാൻ കൂടുതൽ ഷോപ്പിംഗ് ഹാളാണ് ചെയ്യണം, വേറെ ഒന്നുമല്ല, ഷോപ്പിംഗ് ആണ് ഞാൻ കൂടുതൽ ചെയ്യണത്. അതുകൊണ്ടാണ്. എന്താ ചോദിച്ച് നമ്മുടെ ഡക്ക് ഇതിലേക്ക് ഇടാൻ പോണേന്. മീൻസ് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഇതിനും ഒണിയൻസിനും ഗാർലിക്കിനും അങ്ങനെ ഓരോന്നത്തിനും ഓരോ പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ വെക്കും. കാര്യം കുക്കിംഗ് ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ കുറേ പ്ലേറ്റ്സ് വെച്ച്, അതേപോലെയാണ് ഞാൻ നോർമലി കുക്ക് ചെയ്യണം അങ്ങനെയാണ്. പക്ഷെ ഇപ്പം എനിക്ക് ലേശം മടിയുള്ളതുകൊണ്ട് ആ ഒരു രീതിയിലൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഇതേപോലെ തന്നെ അപ്പം എടുത്ത് ഇങ്ങനെ ഇടാം. അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും സെപ്പറേറ്റ് സ്പൂൺ, സെപ്പറേറ്റ് പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്യാറ്. ഏത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ്. ചാനലൊക്കെ തുടങ്ങി ഇപ്പം ഈ ഒരു ഇതിലെത്തിയപ്പോഴേക്കും ഇപ്പം ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. എല്ലാം എടുത്ത് വെക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി വാഷ് ചെയ്യും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തായിരിക്കും ഈ വീഡിയോസ് ഇടുന്നത്. വാഷ് ചെയ്യണതും പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് എനിക്ക് കുറേ നേരം വീഡിയോ ഭയങ്കര ലെങ്തി ആക്കാനും ഒന്നും ഇഷ്ടമല്ല. അതേപോലെ തന്നെ ഞാൻ അപ്പോൾ വാഷ് ചെയ്ത് പോയാൽ നമുക്ക് എളുപ്പമുള്ളൂ. അപ്പോൾ വാഷും ചെയ്യണമുണ്ട്. ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്ത് ആയിരിക്കും ഇടണത്. സോ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി. ഇത് വെള്ളം ഇട്ടേക്കണത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വിസിലിന് ചെയ്തെടുക്കാം. നോക്കണം. ഞാൻ ആദ്യം വിചാരിച്ചു സ്ലോ കുക്ക് ചെയ്യാമെന്ന്. അപ്പം നല്ല ടേസ്റ്റ്. സ്ലോ കുക്ക് ചെയ്താൽ ഏത് ഫുഡും അടിപൊളിയായിരിക്കുമല്ലോ. പക്ഷേ സമയം പോകുന്നു. ബാലുവിന് ഇന്ന് ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പം അതിന് മുമ്പ് ഉച്ചക്കത്തെ ഫുഡ് ഈവനിങ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ 4 o'clock ഷിഫ്റ്റ് ഉള്ളത്. സോ അതിനു മുമ്പ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ സ്ലോ കുക്കിലൊന്നും എടുക്കുന്നില്ല. വേഗം ഇതും എടുക്കണം, റൈസ് കുക്ക് ചെയ്തെടുക്കണം. റൈസ് കുക്ക് ചെയ്യാൻ ബസ്മതി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് സംഭവം കഴിക്കും, എളുപ്പമാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഞാൻ ബാക്കിയൊന്നുമില്ല, ജസ്റ്റ് ഓണിയൻസ് മാത്രം കട്ട് ചെയ്തെടുക്കണേന്. സോ ഡക്ക് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കണേന്. ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് സൺഫ്ലവർ ഓയിലാട്ടോ. നോർമലി ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ നിന്ന് വാങ്ങിക്കാറ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മല്ലിപ്പൊടി ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ. ഇത് മല്ലിപ്പൊടിയാണ്. ഞാൻ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. ബാല് യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേണ്ട മിക്കതും. മല്ലിപ്പൊടി ഇവിടെ ഇരിക്കണത്. ഗരം മസാല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ ഗരം മസാല ഞാൻ അതിലിട്ടായിരുന്നു. ഓയിൽ കുറച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ഓണിയൻ എന്താവുന്നതെന്ന് അറിയില്ല, ഉള്ള ഓണിയൻ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ആ ഓണിയൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ നോക്കാം. അറ്റ് ലാസ്റ്റ് ടേസ്റ്റി ആയിരിക്കും, പോസിറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഭയങ്കരമായിട്ട് വേവ് വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലവർക്ക് അത് ഇഷ്ടമാണ്, പക്ഷെ ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല. വാലുവിനൊന്നും അത്ര വേവ് വന്നാൽ ഇഷ്ടപ്പെടില്ല. എനിക്കും ഡക്കിൽ അങ്ങനെ അത്ര ഇഷ്ടമല്ല. ഡക്കൊക്കെ നല്ല കുരുമുളകൊക്കെ ഇട്ടെടുക്കണം നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ആ ഒരു സ്റ്റൈലല്ല. കുരുമുളക് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. നോക്കാം. എനിക്കിങ്ങനെ മൂടുമല്ലായിരിക്കും ഞാൻ കുക്ക് ചെയ്യണത്. ഞാൻ ഒരു വീഡിയോസും ഡക്കിൻ്റെ കണ്ടിട്ടില്ല.
സോ എനിക്ക് പ്രോപ്പർ ഡക്ക് വീഡിയോ, കാര്യം ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യണത് വേറെ ആരെങ്കിലും വീഡിയോസ് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇത് ഞാൻ ആരുടെ വീഡിയോസും കണ്ടിട്ടില്ല, എൻ്റെതായ സ്റ്റൈലിൽ ആണ് ഞാൻ കുക്ക് ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് എന്താവും അല്ലെങ്കിൽ ഇതാണോ കറക്റ്റ് വേ ഒന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എൻ്റെതായ ഇഷ്ടത്തിന് ഞാൻ പലതും അങ്ങനെ കുക്ക് ചെയ്യണത്, എൻ്റെതായ ഇതിൽ. ഞാൻ ആരുടെ റെസിപ്പി അങ്ങനെ മിക്കതും കോപ്പി ചെയ്ത് കോപ്പി ചെയ്യാമെന്ന് വിചാരിച്ച് ആരുടെ റെസിപ്പി നോക്കിയിട്ടല്ല കുക്ക് ചെയ്യാറ്. എനിക്ക് തോന്നുന്ന പോലെ ഞാൻ കുക്ക് ചെയ്യും, പക്ഷെ മിക്കപ്പോഴും അത് സക്സസ് ആവാറുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് തേമൂന്ന് വാങ്ങിച്ചതാട്ടെ. ഇത് ഗ്ലാസിൻ്റെ നല്ല രസമുണ്ട് ഇത് കാണാനും. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പെപ്പറും ഞാൻ തെമ്മു ഹോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇത് ഞാൻ ഷോർട്സിലാണ് ചെയ്തിരുന്നത്, ലോങ് വീഡിയോയിലല്ല ചെയ്തിരുന്നത്, ഷോർട്സിൽ ചെയ്തതാണ്. ഇത് അടിപൊളിയാണ്. തെമ്മൂല് ഭയങ്കര എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നാട്ടിൽ തെമ്മൂല്ലല്ലേ, വേറെ എനിക്ക് തോന്നുന്നു ബാക്കി കൺട്രീസിലൊക്കെ തെമ്മു ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കാറുണ്ട് ഇതെങ്ങനെ ഇത്രയും റേറ്റിന്. ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്യുമ്പോഴൊക്കെ 2 പൗണ്ട് അല്ലേ 3 പൗണ്ട് അല്ലേ ജസ്റ്റ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിക്കണേ. പക്ഷെ വരുമ്പോൾ അടിപൊളി എല്ലാം അല്ല കേട്ടോ, ചിലതൊക്കെ അവരുടെ പൊട്ട സാധനങ്ങൾ കിട്ടാറുണ്ട്. അതെല്ലാം എന്ന് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് മൊബൈൽ കവറ്, നമ്മുടെ എയർപോഡിൻ്റെ കവറും കേസും ഇതൊക്കെ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മൊബൈൽസിൻ്റെ എല്ലാം നൈസാണ് അതിൽ. പിന്നെ ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ച ഞാൻ അങ്ങനെ വാങ്ങിച്ചെങ്കിലും ഇയറിങ്സ് ഒന്നും മാറ്റിയിടാറില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പം റിങ്സ് ഇയറിങ് മാറ്റിയിടാം അങ്ങനത്തെ അങ്ങനെ അല്ല ഞാൻ. എനിക്ക് ഉള്ള എന്താണെന്ന് വെച്ചാൽ പോവാം. പക്ഷെ മേക്കപ്പ് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അതിനോടൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ വാങ്ങിക്കും, ഇത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വാങ്ങിക്കാറുണ്ട്. കൂടുതൽ എനിക്ക് ഈ നാട്ടിലെ കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പം നാട്ടിൽ ഇപ്പോൾ ആണെങ്കിൽ ഞാൻ കുറച്ച് ഈ ഒരു ഇതിൽ ഞാൻ വാങ്ങിച്ചാണ്. ബട്ട് നാട്ടിലല്ലാത്തതുകൊണ്ട് എനിക്കത് വാങ്ങിക്കാൻ പറ്റാറില്ല. മേ ബി ഞാൻ നാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ വാങ്ങിക്കാൻ പറ്റും. സോ എനിക്കിഷ്ടമാണ്. പണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യാറില്ല കേട്ടോ. എന്തെങ്കിലും ഞാൻ ഇതേപോലെ വാങ്ങിച്ച് വെക്കും, ഞാൻ യൂസൊന്നും ചെയ്യാറില്ല. എൻ്റെ ഒരു സന്തോഷം വാങ്ങിച്ച് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാ തെമ്മൂന്ന്. ഇത് ഞാനപ്പോൾ വിചാരിച്ചു ക്വാളിറ്റി ഉണ്ടാവില്ല. 3 പൗണ്ടിന് ആ ഒരു സെറ്റ് കിട്ടിയത്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു നൈസായിട്ടുള്ള, ഇപ്പം നമുക്ക് ജീൻസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ ഒപ്പം ഇടാൻ പറ്റിയ ഒരു ടൈപ്പ്. ഇത് എത്ര നാൾ നിൽക്കുമെന്ന് എനിക്കറിയില്ല, മേ ബി കളറൊക്കെ പോവായിരിക്കും. ബട്ട് സ്റ്റിൽ ആ ഒരു വെയിറ്റിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം അത് 2 or 3 days ഇടാൻ പറ്റണമെന്ന് വിചാരിച്ചോ. എനിക്കറിയില്ല, ഞാനിപ്പം ഇതൊരു 3rd day ആണ് ഇടുന്നത്. കളർ മേ ബി ഒരു 1 week 2 week 3 week പോകുമായിരിക്കും. അതെനിക്ക് മാറ്റർ അല്ല, ബിക്കോസ് ആ ഒരു റേറ്റിൽ നമുക്ക് അത്രയും വെറൈറ്റി ഓഫ് ഇയറിങ്സ് കിട്ടിയല്ലോ. ഞാനത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യണമെന്നും അല്ല കേട്ടോ. മേ ബി നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ എന്ത് മെറ്റീരിയലാണ്, അതൊന്നും എനിക്കറിയൊന്നുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു തോന്നുന്നു. എനിക്കത് ഇഷ്ടമാണ്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായമാണ്. ബട്ട് ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ കേസ് ആണെങ്കിലും നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കും. ഞാൻ കൂടുതൽ ഇവിടെ പർച്ചേസ് ചെയ്യണത് ഫ്രം ആമസോൺ ആൻഡ് തെമൂന്നാണ്. കൂടുതൽ ഞാൻ തെമൂന്ന് വാങ്ങിക്കാറുണ്ട്, ബട്ട് ആമസോണിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഈ കോസ്മെറ്റിക് ഞാൻ സെഫോറയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഹുദ ബ്യൂട്ടിയുടെയൊക്കെ അവരവരുടെ സൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കൂടുതൽ ഞാൻ ആമസോൺ ഞാൻ തെമൂന്നാണ്. തെമൂന്ന് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. ആമസോണിൽ നിന്ന് ഞാൻ ഡ്രസ്സെല്ലാം ഞാനിവിടെ ഓൺലൈൻ ഷോപ്പ് ചെയ്യാറുള്ളത്. ഡ്രസ്സിന് എന്തോ എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് എപ്പോൾ പുറത്ത് പോയാലും എന്തെങ്കിലും ഒരെണ്ണം എടുക്കാം. അതിപ്പോൾ ചിലപ്പോൾ ഇവിടെ പ്രൈമാർക്കുണ്ട്, H&M ഉണ്ട്, അങ്ങനെ ഏത് കടയാണ്. എനിക്കങ്ങനെ ഇന്ന ബ്രാൻഡ് വേണം എന്നോ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളത്. പക്ഷെ ഓൺലൈൻ ഞാൻ പർച്ചേസ് ചെയ്യണത് ആമസോണിൽ നിന്ന്. ഇവിടെ ഇപ്പം നാട്ടിലെനിക്ക് കോസ്മെറ്റിക് നൈക്കയാണ് ഇഷ്ടം. നൈക്കയിൽ നിന്ന് ഞാൻ വാങ്ങിക്കാറുണ്ട്. പെർപ്പിളിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പർച്ചേസ് ചെയ്തത് എനിക്ക് തോന്നിയത് പെർപ്പിളിൽ നിന്ന് ഞാൻ വാങ്ങിച്ചപ്പം അത് ഭയങ്കരമായിട്ടും എക്സ്പയറി ഡേറ്റ് അടുത്ത എക്സ്പയറി ഡേറ്റ് ആയിട്ട് കിട്ടണ പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ നൈക്ക എന്നൊക്കെ പറയണത് അത്യാവശ്യം കൂടുതൽ എക്സ്പയറി ഡേറ്റ് ഉള്ളതാണ് എനിക്ക് കിട്ടുന്നത്. സോ ഞാൻ ഇനി പർച്ചേസ് ചെയ്യണത് നാട്ടിൽ പോകുമ്പോൾ നയിക്കുന്നത് തന്നെ കോസ്മെറ്റിക്സ്. അപ്പോൾ ഞാൻ ഈ മാർസിൻ്റെ 2 ഐറ്റംസ്
എൻ്റെ ഫ്രണ്ടിനോട് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെ ഇരിക്കും, കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ലൈക്ക് അപ്പോൾ വാഷ് ചെയ്ത് പോകുന്നതാണോ ലാസ്റ്റ് വാഷ് ചെയ്യണതാണോ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കോമൻറ്റ് ചെയ്തിട്ട് താഴെ നിങ്ങൾക്ക് എങ്ങനെയാണ്. സോ ഫസ്റ്റ് ഞാൻ ഇടുന്നത് ഗരം മസാലയാണ്. ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുപോകാം പറഞ്ഞില്ലേ ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ പോകുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ മല്ലിപ്പൊടി. വീട്ടിലമ്മ പൊടിച്ച് തന്നിട്ടല്ല. സോ ഫ്രഷ് സംഭവങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ചീത്തായി പോകുന്നത്, കുറച്ച് നാളത്തേക്ക് വെക്കാൻ പറ്റും. ഗരം മസാലയൊക്കെ പെട്ടെന്ന് തീരും, ബട്ട് മല്ലിപ്പൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ കുറച്ച് നന്നായിട്ട് മസാല സെറ്റ് ചെയ്യട്ടെ. ഞാൻ ഇതിലേക്ക് നമ്മുടെ താറാവ് ആ വെന്ത വെള്ളവും താറാവും കൂടി ഇതിലേക്ക് ഇടാൻ പോകണം കേട്ടോ. എന്നിട്ട് ഞാൻ കുരുമുളക് ഇടണുണ്ട്, വേറെ ഒന്നും ഞാൻ ഇടണില്ല. കുരുമുളക് തന്നെ ഇനി ഇടുന്നുണ്ട്, കാര്യം മറ്റേതിൽ അത്യാവശ്യം ഞാൻ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മസാല കുറച്ചേക്കണം, കൂടുതൽ ഞാൻ ഇതിപ്പം കുറച്ച് ടേസ്റ്റി ആവാൻ വേണ്ടി നമ്മുടെ വേവിച്ച നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മസാലയുടെ ഇടും. ഇതിൽ കിടന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി വെന്തെടുക്കും. സോ വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കുരുമുളകൊക്കെ ഇട്ടിടുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇത് വറ്റി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കോക്കനട്ട് മിൽക്കും കൂടി ഇടാം, കുറച്ച് ടേസ്റ്റി ആവില്ല, ആ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. തോന്നുന്നതനുസരിച്ചാണല്ലോ. സോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും ഞാൻ റൈസ് ഊറ്റിയട്ടെ. സോ അപ്പോഴത്തെ വെള്ളം കുറച്ച് വറ്റിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ കോക്കനട്ട് മിൽക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ 1-ാം പാല് 2-ാം പാല് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കോക്കനട്ട് മിൽക്കാണ് ഞാൻ ഇവിടെ ഒഴിക്കാൻ പോണത്. കോക്കനട്ട് മിൽക്ക് ഇത് ഫുള്ള് ഞാൻ ഒഴിക്കുന്നുണ്ട്. നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ മസാലയുടെയൊക്കെ. നമ്മുടെ ഇവിടുത്തെ ഞങ്ങളുടെ സ്റ്റാഫൊക്കെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇന്ത്യൻ ഫുഡും കാര്യങ്ങളൊക്കെ. അവർ കഴിക്കാറുണ്ട്. ഭയങ്കര സ്പൈസി കഴിക്കില്ല, സ്റ്റിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഫുഡൊക്കെ. അപ്പം ഞാൻ അവർക്ക് ഒരു പ്രാവശ്യം ബിരിയാണിയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എപ്പോഴും കൊടുക്കാറില്ല, ബിക്കോസ് എനിക്ക് തന്നെ ഒരു ഇതാദ്യം അവർക്ക് മസാല ചിലപ്പോൾ അവർക്ക് നമുക്കിനൊന്നും പറ്റിയ എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കാറില്ല. പക്ഷെ അന്ന് അവർക്ക് കൊടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഗരം മസാല ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കറിക്കൊക്കെ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഇത് സക്സസ് ആവുന്ന വിശ്വാസം. ഇനി ടേസ്റ്റും കൂടി നോക്കണം. അപ്പം ഇത് ഒന്ന് വറ്റിച്ചെടുക്കാൻ പോണേന്. അപ്പോഴത്തേക്കും റൈസും സെറ്റാവും. അപ്പം ഇത് സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരും. സംഭവം സെറ്റായിട്ട് എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുള്ള അത്ര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഞാനപ്പം വേഗം ഫുഡ് കഴിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്ന പോലെ തന്നെ ലുക്ക് പോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പം എനിക്ക് ഡക്ക് കറി അങ്ങനെ ഫസ്റ്റ് ട്രയലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം. സോ ബൈ.